കോഴിക്കോട് വിലങ്ങാട് നാളെ ഹർത്താൽ. വിലങ്ങാട് പുനരധിവാസം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ബിജെപിയും കോൺഗ്രസുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ദുരിതബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിലാണ് നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതിനൊപ്പം ദുരിതബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? KP ദുരിതബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് ഉപരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ഒക്കെയായിട്ട് വന്ന് ചർച്ച നടത്തുമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വില്ലേജ് ഓഫീസ് ഉപരോധം ദുരിതബാധിതർ അവസാനിപ്പിച്ചത്. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇന്നലെ ജില്ലാ കളക്ടർ വന്ന് ദുരിതബാധിതരുമായി സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെ പ്രശ്നങ്ങൾ തീർക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങൾക്കും ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു നിലപാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ വിലങ്ങാട് ദുരിതബാധിതർ നിർബന്ധിതരായിരിക്കുന്നത്. തുടർന്ന് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നതിനിടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ അകത്തേക്ക് കയറ്റാതെ വാതിലുകൾ പൂട്ടി ഇടുകയായിരുന്നു ചെയ്തത്. പിന്നീട് പോലീസുമായി സംഘർഷം ഉണ്ടാവുകയും മുണ്ടും തള്ളുകയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോലും തഹസീൽദാരോ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ പ്രതിനിധിയോ ഈ വിലങ്ങാട് സമരസമിതിയുമായി ചർച്ച നടത്താനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല, വന്നിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമരം, ഇപ്പോൾ നടത്തുന്ന സമരം അനിശ്ചിതകാലമായി തുടരുവാനും നാളെ ഹർത്താൽ ആചരിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും ഹർത്താൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ അനിശ്ചിതകാല സമരം പന്തല് കെട്ടി ദീർഘനാളത്തേക്ക് നടത്തുവാനും തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. 130ഓളം ആളുകളുടെ ജീവനും കൃഷിഭൂമിയും ഒക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ സൃഷ്ടിക്കപ്പെട്ടു, ജലാശയങ്ങളൊക്കെ നശിക്കപ്പെട്ടു. പക്ഷേ ഇതൊന്നും പരിഹരിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. പല നിയമസഭാ സമിതിയൊക്കെ വന്ന് ഈ പ്രദേശം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ പോലും കേവലം 30 ആളുകൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 130-ലധികം ആളുകൾക്ക് ഈ ഉരുൾപൊട്ടലിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നു എന്നൊരു ആരോപണവും പരാതിയും നാട്ടുകാർക്കുണ്ട്. എല്ലാ ആളുകളുടെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കുറേയധികം ആളുകൾക്ക് വാടകയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇവരുടെ വാടക സർക്കാർ വഹിക്കുമെന്നാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോഴാണ് വീണ്ടും മഴക്കാലം വരുന്നത്. വിലങ്ങാടൊക്കെ പ്രത്യേക ജാഗ്രതയുള്ള പ്രദേശമായിട്ട് ജില്ലാ ഭരണകൂടം കണക്കാക്കുകയും ചെയ്തു. അങ്ങനെ കണക്കാക്കുമ്പോഴും കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ വിതരണം ചെയ്യാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന പരാതിയാണ് പ്രധാനമായി ഉയർന്നു വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മഴക്കാലത്ത് അവർ വീണ്ടും ഒരു സമരത്തിനൊക്കെ നിർബന്ധിതമായി തീരുന്നത്. ആ സമരത്തെയും കണ്ടില്ല എന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും. അതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടാനും നാളെ ഹർത്താൽ നടത്താനും തീരുമാനം ആയിട്ടുള്ളത്. KP.